ഭയങ്കരമായ ഒരു കാട്, കൊടൂര വിഷമുള്ള ഒരു പാമ്പ് ഇഴഞ്ഞു നീങ്ങുന്നു. നിഗൂഢമായ പല സംഭവങ്ങളും മിന്നിമറയുന്നു. ഈ ട്രെയിലറും സിനിമയുടെ പേരും കണ്ടിട്ട് എന്തോ വലിയ സംഭവമാണെന്നോർത്ത് ഈ പടം ഇതുവരെ കാണാത്തവർ ഇതിന് തലവെച്ച് കൊടുക്കണ്ട. കംപ്ലീറ്റ് വേസ്റ്റ് ഫിലിം എന്ന പ്രതീക്ഷയിൽ കാണാം. അറ്റ്ലീസ്റ്റ് ക്യാമറ വർക്കെങ്കിലും നന്നാക്കാമായിരുന്നു. അഭിനയം ഏഴയലത്തെത്താത്ത 4 എണ്ണമാണ് ലീഡ് റോൾസിൽ. MBBS പഠിക്കുന്ന കുട്ടികൾ, പഠിച്ച് പ്രാന്തായ പിള്ളേരാണെന്ന് തോന്നുന്നു. അമ്മാതിരി കിറുങ്ങിയ ലുക്ക്. കോളേജ് സ്റ്റുഡൻസ് എല്ലാവരും കൂടി സിറ്റിയിൽ ലഹരിക്കെതിരെ ഫ്ലാഷ് മോബ് സെറ്റ് ചെയ്യുന്നു. ഈ പരിപാടി കാരണം പുകവലിയും മദ്യപാനവും നിരോധിക്കുമെന്നോർത്ത് കുറച്ച് ചേട്ടന്മാർ അടിയുണ്ടാക്കുന്നു. ഏത് കാലത്താണോ ഫ്ലാഷ് മോബ് കാരണം സമ്പൂർണ്ണ ലഹരി നിരോധനം നടന്നിട്ടുള്ളത്. അങ്ങനെ പ്രശ്നം വഷളാവുന്നു. അതിൽ ഇൻവോൾവായ നായകൻ ശങ്കറിനെയും കൂട്ടുകാരൻ ടൈറ്റസിനെയും സസ്പെൻഷൻ്റെ പേരിൽ കോളേജിൽ നിന്ന് മാറ്റി നിർത്താൻ പ്രിൻസിപ്പൽ തീരുമാനിക്കുന്നു. സിനിമയിലെ നായകനും ഫ്രണ്ട്സും ആയതുകൊണ്ട് കോളേജിൽ മൊത്തം എന്തിനും ഏതിനും എവര് വേണം. ഈ കോളേജിലെ സാറുമാരൊക്കെ സൂപ്പറാണ്. ശങ്കറിൻ്റെയും ടൈറ്റസിൻ്റെയും കൂടെ നായിക ലക്ഷ്മിയെയും കൂട്ടുകാരി മാളവികയെയും കൂടി ഒരു കമ്പനിക്ക് സസ്പെൻഡ് ചെയ്ത് പ്രിൻസിപ്പാളിൻ്റെ പരിചയത്തിലുള്ള റിസോർട്ടിലേക്ക് വിട്ടോളാൻ. വാവ്, എത്രയും പെട്ടെന്ന് ഈ കോളേജിൽ ഒരു അഡ്മിഷൻ എടുത്ത് ഒരു സസ്പെൻഷൻ കൈക്കലാക്കണം. ലഹരിക്കെതിരെ ഫ്ലാഷ് മോബ് നടത്തിയ ശങ്കറും ഫ്രണ്ട്സും കയ്യിൽ കിട്ടുന്ന മാട്ട സാധനമൊക്കെ അടിച്ച് കയറ്റുവാണ്. എന്നിട്ടും ഒന്നും ആവാത്ത അവസ്ഥയായതുകൊണ്ട് 10,000 ബക്സിന് ഒന്നടിച്ചാൽ 5 കിക്ക് കിട്ടുന്ന ആൽക്കഹോൾ ബൂസ്റ്റർ വാങ്ങുന്നു. കാട്ടിനുള്ളിൽ ഏതാണ്ട് വലിയ സംഭവമാണെന്നോർത്ത് പടം കാണാൻ തുടങ്ങിയിട്ട് ആകപ്പാടെ 1.25 മണിക്കൂറുള്ള പടത്തിൽ കാട്ടിലെത്താൻ 1 മണിക്കൂറോളം എടുത്തു. അങ്ങനെ കാട്ടിൽ കയറി. ആസ് യൂഷ്വൽ മദ്യപാനം, യജ്ജാതി ലഹരി നിരോധനം. അപ്പോൾ കിളിപോയ ലുക്കിൻ്റെ കാരണം മനസ്സിലായി. ഇനി അങ്ങോട്ട് ഡ്രിങ്ക്സ് അടിച്ച് കിളിപോയ നായകൻ്റെയും ഫ്രണ്ട്സിൻ്റെയും മാസ് ഹാലൂസിനേഷനാണ്. ഒരു പാമ്പ് വെറുതെ കാട്ടിലൂടെ ടെററായി എഴഞ്ഞു നീങ്ങുന്നു. ഈ കൊടും കാട്ടിൽ മൃഗങ്ങളായി ഈ ഒരു പാമ്പും പിന്നെ അങ്ങ് ദൂരെ ഒരാനയും മാത്രമേ ഉള്ളൂ. അതാ തമ്പയ്യ എന്നൊരാളെ കാണുന്നു. അയാളുടെ ടെൻറ്റിൽ മിലിറ്ററിക്കാർ കൊടുത്തെന്ന് പറയുന്ന കുറേ സ്ഫോടക വസ്തുക്കൾ. കാട്ടിലെവിടുന്നോ കുറേ കുട്ടികൾ. പിള്ളേരുടെ കൂടെയുള്ള കന്യാസ്ത്രീ തുറിച്ചു നോക്കുന്നു. ദേ ഒരു കൊച്ചിനെ കെട്ടിയിട്ടേക്കുന്നു. കൊച്ചിൻ്റെ ചേച്ചിയെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടേക്കുന്നു. ചേച്ചിയെ ശംഖുവും ഫ്രണ്ട്സും രക്ഷിക്കുമ്പോൾ കൊച്ചിനെ ഒരാൾ അമ്പ് ചെയ്ത് കൊല്ലുന്നു. കൊച്ചിനെ കൊന്നവനെ കിണറ്റിൽ നിന്ന് പറന്നു കയറി വന്ന ചേച്ചി കെട്ടിത്തൂക്കി കൊല്ലുന്നു. ചേച്ചിയുടെ ആങ്ങള ഓടി വരുന്നു. അതാ ഒരു വേട്ടക്കാരൻ ആങ്ങളെയും ചേച്ചിയെയും വെടിവെച്ച് കൊല്ലുന്നു. ശംഖു തോക്ക് പിടിച്ചു വാങ്ങി വേട്ടക്കാരനെ വെടിവെച്ച് കൊല്ലുന്നു. വേട്ടക്കാരൻ്റെ സഹായിയെ ആന ചവിട്ടിക്കൊന്നു എന്നാണ് തോന്നുന്നത്. ദൂരെ ലോങ് ഷോട്ടിൽ ഒരു ആന നിപ്പുണ്ടായിരുന്നു. അകലെ ആയതുകൊണ്ട് ഒറിജിനൽ അല്ലേലും വിഷയമില്ലല്ലോ. ലച്ചുവും മാളുവും ചിതറിയോടുന്നു. അവരെ തമ്പയ്യ പിടിക്കുന്നു. മാളുവിനെ തമ്പയ്യ തല്ലിക്കൊല്ലുന്നു. ലച്ചു തമ്പയ്യയുടെ ശല്യം സഹിക്കാതെ തൂങ്ങിച്ചാവുന്നു. ടൈറ്റസിനെ തമ്പയ്യ ഓടിച്ചിട്ട് പന്നിക്കണിയിൽ കുത്തിക്കയറ്റിക്കൊല്ലുന്നു. തമ്പയ്യ കുറേ വിളക്കും ഒരു പോത്തിൻ്റെ തലയും വെച്ച് ബെല്ലി ഡാൻസ് നടത്തുന്നു. തമ്പയ്യയുടെ സഹായിയെ ശംഖു പോത്തിൻ്റെ തല വെച്ച് ഇടിച്ചു കൊല്ലുന്നു. പെട്ടെന്ന് അവിടെ വന്നു 2 പോലീസുകാർ. തമ്പയ്യ 1 വെടി 2 വെടി 2ഉം ചത്തു. മരണമില്ലാത്ത തമ്പയ്യയെ സ്ഫോടക വസ്തുക്കളുടെ ഉള്ളിൽ കിടത്തി നായകൻ പൊട്ടിച്ച് ചാരമാക്കുന്നു. ഡിയർ വ്യൂവേഴ്സ്, ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ആൽക്കഹോൾ ബൂസ്റ്റർ കുടിച്ച് കിളിപോയ നായകനും ഫ്രണ്ട്സും അബോധാവസ്ഥയിൽ കണ്ട സ്വപ്നമായിരുന്നു. ഹാലൂസിനേഷൻ. അപ്പോൾ അതാ നോക്കൂ, ശരിക്കും തമ്പയ്യ മുന്നിൽ നിൽക്കുന്നു. കഥയിൽ നിന്നുള്ള ഗുണപാഠം: ലഹരി വസ്തുക്കളുടെ ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരം.